അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ നല്ല പഴുത്തിട്ടുള്ള 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് മീഡിയം സൈസ് 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പമുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. നല്ല വലിപ്പമുള്ള പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ, അതാകുമ്പോൾ 1 എടുത്താൽ മതിയാകും. നല്ല പഴുത്തിട്ടുള്ള മാങ്ങ വേണം ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മളെടുത്ത 3 മാങ്ങയും നല്ലോണം കഴുകി അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത മാങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കണ്ടൻസ് മിൽക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പം നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് നോക്കുക. പിന്നീട് രുചിച്ച് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ള മാങ്ങയിൽ അത്യാവശ്യം മധുരമുണ്ട്, എന്നാൽ ഓവറായിട്ടൊക്കെ മധുരമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. കൂടി പോകരുത്, 2 നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ ഈ ഒരു പരുവത്തിന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഞാൻ പാൽപ്പൊടിയും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും ഒന്നും ചേർക്കാതെ വെറും പഞ്ചസാര മാത്രം ചേർത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീടുകളിൽ നിന്നും വാങ്ങുന്ന പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ചൂട് മാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ 2 കപ്പ് പാൽ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം മധുരമൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മധുരം ഇല്ല, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല, കസ്റ്റേർഡ് പൗഡറാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാകും. 1/2 കപ്പ് ഒരു 8 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 25 ml കപ്പിന് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കോൺഫ്ലോർ കലക്കി എടുക്കുന്നതിന് ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചാറിയ പാൽ വേണം ഒഴിക്കാനായിട്ട്. കുറച്ച് വീതം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിൽ ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുറുകി സെറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ ചൂട് മാറിയ തിളപ്പിച്ചാറിയ പാല് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരുമിച്ച് ഒഴിക്കണ്ട. റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടകളൊന്നുമില്ല, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് ജലാറ്റിൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ചൈന ഗ്രാസിന്റെ പൊടി അകറോ എടുക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പാലിന്റെ ആവശ്യമില്ല. നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അകറോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാലിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഒരു 1/2 ലിറ്റർ പാല്. ഇപ്പോൾ സാധാരണ എല്ലാവരുടെ വീട്ടിലും ജലാറ്റിനോ അല്ലെങ്കിൽ അകറോ ചൈന ഗ്രാസോ കാണണമെന്നില്ല. അപ്പോൾ കോൺഫ്ലോർ ആകുമ്പോൾ മിക്ക വീടുകളിലും കാണുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാനും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മാങ്ങയുടെ ആ പേസ്റ്റ് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അടിച്ചു വെച്ച മാങ്ങ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും, ഒരു താമസവും ഇല്ല.
നിങ്ങൾ എടുക്കുന്ന മാങ്ങ നാരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പിൽ കൂടെ അരിച്ചിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒട്ടും തന്നെ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിന്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ കലക്കാതെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലോർ അടിയിൽ പോയി തങ്ങി നിൽക്കും. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരം ചൈനാഗ്രാസിന്റെ ആ സ്റ്റിക്കാണ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 8 ഗ്രാമൊക്കെ സ്റ്റിക്ക് എടുക്കുക. അപ്പൊ അഗറോ അല്ലെങ്കിൽ ജലാറ്റിന്റെ പൗഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ പാലിന് 2 ടീസ്പൂൺ എടുത്താൽ മതിയാകും. നമ്മൾ സ്റ്റിക്കാണ്, ചൈനാഗ്രാസിന്റെ സ്റ്റിക്ക് പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, ആ സ്റ്റിക്കാണ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ഗ്രാം എടുത്ത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് വേണം നന്നായിട്ട് ഉരുക്കി കട്ടകളൊന്നുമില്ല ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ മാങ്ങയുടെ പൾപ്പും അതുപോലെ തന്നെ ആ ചൈനാഗ്രാസിന്റെ മിക്സും ഒരേ ചൂടായിരിക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നല്ലതുപോലെ ഉരുക്കി ചൂടായതിനു ശേഷം കട്ടകളൊന്നുമില്ലാതെ ഈ ചൂടായി കിടക്കുന്ന ഈ മാങ്ങയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ജലാറ്റിനോ അല്ലെങ്കിൽ അഗറോ പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നേരിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കും. ഇനി നമ്മൾ ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മാത്രം ലാസ്റ്റിൽ ചേർക്കാനുണ്ട്. അപ്പം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു തിളക്കത വന്നിട്ടുണ്ട്. 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ കണ്ടില്ല, അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു പകുതി നാരങ്ങ, ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് 1 ടീസ്പൂൺ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വാനില എസൻസോ ഏലക്ക പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. തികച്ചും നാച്ചുറലായിട്ട് മാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നാരങ്ങ നീരും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വേറെ പുറത്തുനിന്ന് ഒരു സാധനങ്ങളുടെയും ആവശ്യമില്ല. കോൺഫ്ലോർ മാത്രമേ ഉള്ളൂ. ചൈനാഗ്രാസോ അതുപോലെ തന്നെ അഗറോ ഒന്നും തന്നെ ആവശ്യമില്ല. വെറും കോൺഫ്ലോർ വെച്ചിട്ട് ഇപ്പൊ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട കെട്ടി പോവും. അപ്പൊ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ പതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയാൽ ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ നിന്ന് നല്ലതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ മാറണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ബാക്കി കുറച്ച് മിക്സ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു മോൾഡിൽ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് ഇതിൻ്റെ ചൂടൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. ഇപ്പൊ ഞാൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതായി എടുത്തിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോർ ആയതുകൊണ്ടാണ് 4 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ അഗറോ അല്ലെങ്കിൽ ജലാറ്റിനോ ചൈനാഗ്രാസോ ഒക്കെ ചേർത്തിട്ടാണ് ഈ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ, ചൂട് മാറിയതിന് ശേഷം 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി ഇത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി കട്ട് ചെയ്തതിൽ നിന്നും നമുക്ക് ഒരു പീസ് അങ്ങ് എടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് ഇതാ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ജെല്ലി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. നമ്മളെ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതിന്റെ സൈഡൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ വിടിയിച്ചു കൊടുത്താൽ മതി. കൈ കൊണ്ട് ഇതുപോലെ വിടിയിച്ചു കൊടുത്തിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാൻ. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഈ മോൾഡ് മെല്ലെ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മാംഗോ പുഡിംഗ് ആണ്. അപ്പൊ മാമ്പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തും കഴിക്കാം, കട്ട് ചെയ്തും കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, സ്പൂൺ തൊടുമ്പോൾ തന്നെ നല്ല സ്കൂപ്പായിട്ട് ഇതാ വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം മാമ്പഴം വെച്ചിട്ടുള്ള ഈ പുഡിംഗ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്